എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 2 ശ്ലോകം 14, 15, 16, 17, 18, 19, 20 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ആ ഋഷഭൻ അദ്ദേഹം എപ്പോഴും ഭഗവാനെ മാത്രം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് വേറൊന്നിലും ശ്രദ്ധിക്കാതെ ആ രാജ്യം മുഴുവനും ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞു. കഴിഞ്ഞ ശ്ലോകത്തില് ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം വിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗ വിസീദ അച്യുത ഹരിവേശം ഗണപതേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏവം വൃത്തോ വനം ഗത്വാ ദൃഷ്ട്വാ ദാവാഗ്നിമുദ്ധിതം തേനോപയുക്തകരണോ ബ്രഹ്മ പ്രാപ പരം മുനി. ഏവം വൃത്തം ഈ വിധം സഞ്ചരിക്കുന്ന മുനി, മനനശീലൻ. മുനി എന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ്, മനനശീലൻ. അങ്ങനെയുള്ള ആ പുരുഷൻ വനം ഗത്വ വനത്തെ പ്രാപിച്ചിട്ട് ഉത്ഥിതം ദാവാഗ്നി ഉജ്ജ്വലിക്കുന്ന കാട്ടുതീയിനെ ദൃഷ്ട കണ്ടിട്ട് തേന അതിനാൽ ഉപയുക്തകരണം ശരീരത്തെ ദഹിപ്പിച്ച് പരബ്രഹ്മത്തെ പ്രാപിച്ചു. ഇങ്ങനെ ഭഗവാനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് സച്ചിദാനന്ദം അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ മുനിയായ പൃഷഭൻ ഒരു കാട്ടിന്റെ ഉള്ളിൽ പ്രവേശിച്ചു. അതില് ഭയങ്കരമായിട്ടിങ്ങനെ കാട്ടുതീയെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കാട്ടില് തന്റെ ശരീരത്തെ അതിലങ്ങോട്ട് ദഹിപ്പിച്ചു. അങ്ങനെ പരബ്രഹ്മമായിട്ട് ഭവിച്ചു, ഭഗവാനെ തന്നെ അങ്ങനെ ലഭിച്ചു. പിന്നെ അടുത്തത് കവി എന്ന മുനിയുടെ കഥ പറയുന്നു. കവി കനീയാൻ വിഷയേഷു നിസ്പൃഹു വിസൃജ്യ രാജ്യം സഹ ബന്ധുഭിർവനം നിവേശ്യ ചിത്തേ പുരുഷം സ്വരോജിഷം നിവേശ കൈശോരവയാ പരം ഗത. കനീയാൻ കവി, കനിഷ്ഠനായ കവി, കൈശോരവയാഹ കൈശോര വയസ്സായിരിക്കുമ്പോൾ തന്നെ വിഷയേഷു നിസ്പൃഹ വിഷയങ്ങളിൽ സ്പൃഹയില്ലാത്തവനായിട്ട് ബന്ധുവിസഹ ബന്ധുക്കളോടുകൂടി രാജ്യം വിസൃജ്യ രാജ്യത്തെ ഉപേക്ഷിച്ച് വനം വിവേശ വനത്തെ പ്രവേശിച്ചു. സ്വരോജിഷം പുരുഷം സ്വപ്രകാശരൂപനായ പുരുഷനെ ചിത്തെ നിവേശ്യ ചിത്തത്തിൽ നിവേശിപ്പിച്ചിട്ട് പരമഗത പരമപദത്തെ പ്രാപിച്ചു. അപ്പൊ ആ കവി എന്നുള്ള ആ മുനിക്കും അദ്ദേഹത്തിനും വംശമില്ല. അദ്ദേഹം തന്നെ വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ലൗകിക സുഖ വിഷയങ്ങളിലൊന്നും ആഗ്രഹം ഇല്ലാത്തവനായിരുന്നു ആ കവി എന്ന. ആ ഇക്ഷ്വാകുവിന്റെ ചരിത്രമാണല്ലോ പറയണത്. ഇക്ഷ്വാകു മുതലായവരില് കനിഷ്ഠനാണ് ഈ കവി എന്ന. അദ്ദേഹത്തിന് ലൗകിക സുഖങ്ങളിലൊന്നും ഒരു ആസക്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബന്ധുക്കളെയും രാജ്യത്തെയും ഒക്കെ വെടിഞ്ഞ് വനത്തിൽ ചെന്ന് തപസ് ചെയ്യാൻ ആരംഭിച്ചു അദ്ദേഹം. അങ്ങനെ സ്വയമേവ പ്രകാശിക്കുന്ന പരമപുരുഷനെ ഹൃദയത്തിൽ അങ്ങോട്ട് ഉറപ്പിച്ച് അദ്ദേഹം പരമപദം പ്രാപിച്ചു എന്ന് കവി. പിന്നെ അടുത്തത് കരൂഷാന്റെ കഥ പറയുന്നു. മനുപുത്രനായ കരൂഷന്റെ വംശത്തിൽ കരൂഷാൻ മാനവാദാസൻ കാരൂഷാ ക്ഷത്രജാതയ ഉത്തരാവധഗോപ്താരോ ബ്രഹ്മണ്യാ ധർമ്മവത്സലാ. മാനവാത് കരൂഷാത് മനുപുത്രനായ കരൂഷനിൽ നിന്ന് ഉത്തരാവധ ഗോപ്താര ഉത്തരദേശങ്ങളെ രക്ഷിക്കുന്നവരും ബ്രഹ്മണ്യാഹ ബ്രാഹ്മണ ഭക്തരും ധർമ്മവത്സലാഹ ധർമ്മത്തിൽ താല്പര്യമുള്ളവരും കാരൂഷാഹ കാരൂഷന്മാരെന്ന് പറയപ്പെടുന്നവരുമായ ക്ഷത്രജാതയ ക്ഷത്രജാതികൾ ആസൻ ഉണ്ടായിരുന്നു. കരൂഷന്റെ വംശത്തെ പറ്റിയിട്ടും പറയണം. മനുപുത്രനായ കരൂഷനിൽ നിന്നുണ്ടായവരായതുകൊണ്ട്
കാരൂഷകന്മാര് എന്ന് അവർ വിശ്രുതരായി. അങ്ങനെയാണ് അവർ അറിയപ്പെട്ടിരുന്നത്. ആ ക്ഷത്രിയരുടെ അങ്ങനെയുള്ള കാരൂഷന്മാര് എന്നു പേരായിട്ടുള്ള വിശ്രുതന്മാരായ ക്ഷത്രിയന്മാരുടെ സംഘം ഉണ്ടായി. അവര് വടക്ക് ദേശങ്ങളെ ഭരിക്കുന്നവരും അവര് ബ്രാഹ്മണര് വളരെ ഭക്തിയുള്ളവരും ധർമ്മത്തിൽ വളരെ ശ്രദ്ധയുള്ളവരും ആയിരുന്നു. ദൃഷ്ടാൽ ധാർഷ്ടമഭൂൽ ക്ഷത്രം ബ്രഹ്മഭൂയം ഗതം ക്ഷിതൗ മൃഗസ്യ വംശസുമതി ഭൂതജ്യോതിസ്തതോ വസു. ദൃഷ്ടാൽ ദൃഷ്ടനിൽ നിന്ന് ധാഷ്ടം ക്ഷത്രം അഭു ധാഷ്ടം എന്ന ക്ഷത്രിയകുലം ഉണ്ടായി. ക്ഷിതൗ ക്ഷിതിയിൽ ബ്രഹ്മഭൂയം ബ്രാഹ്മണ്യത്തെ ഗതം പ്രാപി. മൃഗസ്യ വംശഃ മൃഗന്റെ വംശം സുമതി സുമതിയാകുന്നു. തഥാ ഭൂതജ്യോതി അവനിൽ നിന്ന് ഭൂതജ്യോതിസും തഥാ വസു അദ്ദേഹത്തിൽ നിന്ന് വസു. മനുപുത്രനായ ദൃഷ്ടനിൽ നിന്നുണ്ടായതായതുകൊണ്ട് ധാഷ്ടം എന്ന് പറയപ്പെടുന്ന ഒരു ക്ഷത്രിയ ജാതി ഉണ്ടായി. പക്ഷേ അവര് ബ്രാഹ്മണരായിട്ട് ഭവിച്ചു. നൃഗന്റെ പുത്രൻ സുമതി, സുമതിയുടെ പുത്രൻ ഭൂതജ്യോതിസ്, അദ്ദേഹത്തിന്റെ പുത്രൻ വസു. അപ്പൊ പണ്ടൊന്നും ഇങ്ങനെ ഈ ബ്രാഹ്മണൻ എന്ന സിദ്ധാന്തം ആ പൂർവ്വകാലത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന്. അവരുടെ സ്വഭാവം അനുസരിച്ചാണ്. സമാധി ഗുണയുക്തൻ ബ്രാഹ്മണൻ, ഇതെല്ലാ ഗുണങ്ങളും തികഞ്ഞ ആള് ബ്രാഹ്മണൻ എന്നായിരുന്നു ഭാരതത്തിലെ പൂർവ്വനിശ്ചയം എന്ന് സ്പഷ്ടമാക്കിയിരിക്കുന്നു. അപ്പൊ ജാതി മതമൊന്നും അല്ല കാര്യം, എങ്ങനെ അവര് ജീവിക്കുന്നു അവരുടെ ആ ഗുണത്തിനനുസരിച്ചിട്ടാണ് ബ്രാഹ്മണൻ എന്നും എല്ലാം പറയണത് എന്ന് പറയുന്നു. വസോ പ്രതീകസ്തൽപുത്ര ഓഘവാൻ ഓഘവൽപിത കന്യാജ ഓഘവതീ നാമ സുദർശന ഉവാഹതാം. വസോ പ്രതീക വസുവിൽ നിന്ന് പ്രതീകൻ, തൽപുത്ര അദ്ദേഹത്തിന്റെ പുത്രൻ, ഓഘവാൻ ഓഘവൽ പിത ഓഘവാനാകുന്ന പിതാവോടുകൂടിയവനും, ഓഘവതി നാമ കന്യാച്ച ഓഘവതി എന്നുപേരായ കന്യകയും, താം അവളെ സുദർശനൻ വിവാഹം ചെയ്തു. വസുവിന് പ്രതീകൻ എന്നുപേരായ പുത്രൻ ഉണ്ടായി. പ്രതീകന് ഓഘവാൻ എന്ന പുത്രൻ ഉണ്ടായി. ഓഘവാന്റെ പുത്രനും ഓഘവാൻ എന്ന് തന്നെയാണ് പേര്. ഓഘവതി എന്നുപേരായ ഒരു കന്യകയും അദ്ദേഹത്തിന് ഉണ്ടായി. ഈ ഓഘവതിയെ സുദർശനൻ വിവാഹം ചെയ്തു. ചിത്രസേനോ നരിഷ്യന്താത് ദക്ഷസ്തസ്യ സുതോഭവൽ തസ്യ മീഢ്വാംസ്തദകൂർച്ച ഇന്ദ്രസേനസ്തു തൽസുതാ. നരിഷ്യന്തരിൽ നിന്ന് ചിത്രസേനൻ തസ്യ സുതഃ അദ്ദേഹത്തിന്റെ പുത്രനായിട്ട് ദക്ഷൻ ഭവിച്ചു. തസ്യ അദ്ദേഹത്തിന് മീഢ്വാൻ എന്നുപേരായ പുത്രൻ, തഥാ കൂർച്ച അദ്ദേഹത്തിൽ നിന്ന് കൂർച്ചൻ, തത് സുതഃ തു അദ്ദേഹത്തിന്റെ പുത്രനോ ഇന്ദ്രസേന. നരിഷ്യന്തന്റെ വംശം പറയണം. നരിഷ്യന്ത പുത്രൻ ചിത്രസേനൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ദക്ഷന്റെ പുത്രൻ മീഢ്വാൻ, അദ്ദേഹത്തിന്റെ പുത്രൻ കൂർച്ചൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ഇന്ദ്രസേനൻ. വീതിഹോത്രസ്തു ഇന്ദ്രസേനാൽ തസ്യ സത്യശ്രവാ അഭൂത് ഉരുശ്രവാ സുതസ്തസ്യ ദേവദത്തസ്തതോഭവത്. ഇന്ദ്രസേനയിൽ നിന്ന് വീതിഹോത്രൻ തസ്യ അദ്ദേഹത്തിന് സത്യശ്രവാഹ അഭൂത് സത്യശ്രവസ് ഉണ്ടായി. തസ്യ സുതഃ അദ്ദേഹത്തിന്റെ പുത്രൻ ഉരുശ്രവസ് തഥാ അദ്ദേഹത്തിൽ നിന്ന് ദേവദത്തൻ ഉണ്ടായി. അങ്ങനെ ഇന്ദ്രസേനന്റെ പുത്രൻ വീതിഹോത്രൻ, അദ്ദേഹത്തിന്റെ പുത്രൻ സത്യശ്രവസ്, അദ്ദേഹത്തിന്റെ പുത്രൻ ഉരുശ്രവസ്, അദ്ദേഹത്തിന്റെ പുത്രൻ ദേവദത്തൻ. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.